ഇത് നമുക്ക് വളരെ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ളൊരു ജേർണലിംഗ് ചെയ്താലോ. അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ, എല്ലാവരും ഹോളിഡേ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികളൊക്കെ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് കോതമംഗലം കന്നി20 പെരുന്നാൾ. അപ്പൊ ആ ഒരു പെരുന്നാൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പെരുന്നാളിന് പോയിരുന്നു. അപ്പൊ കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരണം എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ചാനലിൽ ഇപ്പൊ ഗിവ് അവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ടല്ലോ എന്നുള്ളത്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ ജേർണലിംഗിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ പേജ് മുഴുവനായിട്ട് ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാണ് ആദ്യം തന്നെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഇന്ന് പിങ്കിഷ് കളറിൽ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എല്ലാ മെറ്റീരിയൽസും എനിക്ക് പിങ്കിഷ് കളറിൽ ഇല്ലായിരുന്നില്ല. എന്നാൽ പിന്നെ ക്യൂട്ടായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ആ ഒരു പേജ് ഫുള്ളായിട്ട് ഗിഫ്റ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് അതൊന്നും കോണായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു പേജിൽ സൈഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യണേ. ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ 2 സൈഡ് മാത്രമേ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. ഒരു സൈഡ് ഇങ്ങനെ വെറുതെ സ്റ്റിക്ക് ചെയ്യാതെ ഇടുക, ഒരു പോക്കറ്റ് പോലെ ഇടുക. എന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട്, ഈ ഒരു പേപ്പറിന് എന്താ പറയുക, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്രൗൺ പേപ്പറില്ലേ, അത് ഞാനൊന്ന് ഫോൾഡ് ചെയ്തൊരു ബുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ലെറ്റർ എഴുതി കൊടുക്കണം. ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ എഴുതുന്ന ഒരു ലെറ്റർ. അങ്ങനെ ഞാനൊരു ലെറ്ററൊക്കെ ഇതിനകത്ത് എഴുതിയിട്ട് ഒരു ബോയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡ്രൈ ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇനി നമുക്ക് ഈ ഒരു ലെറ്റർ ഈ ഒരു പോക്കറ്റിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു സ്റ്റിക്കർ കൂടി ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റിക്കർ. അത്രയും മാത്രമേ ഈ ഒരു പേജിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പേജിൽ ഞാൻ ഈ ഒരു പേപ്പർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു പാറ്റേൺ പേപ്പർ എടുത്ത് അതിൻ്റെ മേളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ വേറൊരു ബോ ഒക്കെ ആയിട്ടുള്ള ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കൊച്ചു കൊച്ചു പൂക്കളും ഇലകളൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടർഫ്ലൈസ്, കുറച്ച് ഹാർട്സ്, കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ അതിൽ കുറച്ച് കോൾസ് കൂടെ ഒന്ന് എഴുതി കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കണ്ട. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.